എവ്രിവൺ വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയി ഞാൻ വന്നിരിക്കുന്നത് മെയിനായിട്ടും എൻ്റെ സാധാരണ ഒരു സാറ്റർഡേ ആണ് ഈ കാണിക്കുന്നത്. രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ബാക്ക് യാർഡ് സ്പെൻഡ് ചെയ്യാൻ നല്ല രസമാണ്. നമ്മൾ സമ്മറൊക്കെ ആയപ്പോഴത്തേനും പുല്ല് വെട്ടാറായി, പുല്ലൊക്കെ ഇങ്ങനെ വളർന്ന് തുളുമ്പിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വീടുകളും അതും ഇതൊക്കെയുണ്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് വെള്ളമൊഴിക്കേണ്ട കാര്യമുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഹോട്ട് ഔട്ട് ഹിയർ. നമ്മളൊരു 3 നേരം എങ്കിലും വെള്ളം ഒഴിക്കണം. ചെടിക്ക് മാത്രമല്ല, അപ്പുറത്ത് പുല്ലുണ്ട്, പുല്ലിനും വെള്ളം ഒഴിക്കണം രാവിലെ. അപ്പോൾ അതൊരു പണിയാണ്. കുറച്ച് വെജിറ്റബിൾസും അതും ഇതൊക്കെ ഉണ്ട്, അതിന് വെള്ളം ഒഴിക്കണം. പൂവുകൾക്ക് വെള്ളം ഒഴിക്കണം, പുല്ലുകൾക്ക് വെള്ളം ഒഴിക്കണം. അവരെല്ലാം ടയേർഡായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ അവരെയൊക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് എൻ്റെ കാലൊക്കെ ഒന്ന് കഴുകിക്കഴിഞ്ഞ് അകത്തേക്ക് വന്നപ്പോഴത്തേനും എൻ്റെ ഹസ്ബൻഡിന് പൊറോട്ടയും മുട്ടക്കറിയും അവക്കാഡോ ഷേക്കും മതി എന്ന് പറഞ്ഞു. ഞാൻ അവക്കാഡോയും ഒരു മുട്ടയും കൂടിയാണ് കഴിച്ചത്. ഈ അവക്കാഡോയ്ക്കകത്ത് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും സോൾട്ടും കുരുമുളകും ഒക്കെ ഇട്ടിട്ടാണ് കഴിച്ചത്. ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് അവക്കാഡോ ഭയങ്കര ഇഷ്ടമാണ്. അത് എഗ്ഗും കൂടെ കമ്പൈൻ ചെയ്യുമ്പം എനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആയിട്ടാണ് തോന്നാറുള്ളത്. പിന്നെ രാവിലെ ഞാൻ അതിൻ്റെ ലഞ്ചായിരുന്നു കേട്ടോ, ഒരു ബ്രഞ്ച് ടൈപ്പായിരുന്നു. രാവിലെ എണീറ്റുടനെ ഞാൻ ഒരു പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു കോഫിയും കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു. ജസ്റ്റ് എനിക്കൊന്ന് ഡ്രൈവ് ചെയ്യാനൊക്കെ ആയിട്ട് പുറത്ത് പോകണമെന്നുണ്ടായിരുന്നു. സോ ഹ്യൂഗോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബാക്കിൽ. അവൻ്റെ കാർ സീറ്റിൽ നമ്മൾ വേറൊരു സംഭവം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ ഷെഡ് ചെയ്യുമ്പോൾ അതിനകത്തേ ഷെഡ്യൂൾ. പിന്നെ അത് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. അത് താഴെയും അത് കവേർഡായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇതൊരു ഉച്ചയാണ്, നല്ല വെയിലുള്ളൊരു ദിവസമാണ്. എനിക്ക് തോന്നുന്നു ഒരു 4 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ. ഉച്ചയല്ല, അപ്പോൾ ബേസിക്കലി അതൊരു വൈകിട്ടായിട്ടുണ്ട്. പിന്നെ അവന് ഒരു കാർ സീറ്റും പോട്ടെ, കാർ സീറ്റ് ബെൽറ്റ് ഉണ്ട്. അപ്പോൾ അവൻ വിൻഡോസ് അപ്പുറത്ത് നോക്കിയിരിക്കുകയാണെങ്കിലും താഴെയൊന്നും പോകത്തില്ല. പിന്നെ പറഞ്ഞ പോലെ ബ്യൂട്ടിഫുൾ ഡേ ആണ്. ആളുകൾ അവിടെ ബോട്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ റിവറിൽ തന്നെ ആൾക്കാർ ബോട്ടിംഗ് ഒക്കെ ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഡ്രൈവിന് പോയി. 1.5 hours ഡ്രൈവായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഗ്രോസറിക്ക് പോയി. ഞങ്ങൾ അടുത്ത് തന്നെയായിട്ടാണ് ഡ്രൈവിന് പോയത്. നല്ലൊരു സ്ഥലത്തോടെ ഒരു ക്വയറ്റ് ഡ്രൈവായിരുന്നു. ഞാനും കുറച്ച് ഡ്രൈവ് ചെയ്തു ഇന്ന്. പിന്നെ നമ്മുടെ സ്ഥിരം ഇൻസ്പെക്ഷൻ ചെയ്യുന്ന ആളാണ് ഹ്യൂഗോ. നമ്മൾ ഗ്രോസറി കൊണ്ടുവന്നാലും എന്ത് കൊണ്ടുവന്നാലും നമ്മളെന്ന് ഇൻസ്പെക്ട് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഹ്യൂഗോ. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, പുല്ലൊക്കെ ഇങ്ങനെ വളർന്ന് പന്തലിച്ചിരിക്കുകയായിരുന്നു എന്ന്. അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് അവിടെ പുല്ല് വെട്ടുകയാണ്. ലോൺ മൂവർ വെച്ചിട്ട് അവിടെ പുല്ലൊക്കെ വെട്ടി. ഇപ്പോൾ കുറച്ച് കാണാനായിട്ട് നല്ല ലുക്കൊക്കെ ആയിട്ടുണ്ട്. എല്ലാം ഈ വീടും അതും ഇതുമൊക്കെ വന്നിട്ടുള്ളതെല്ലാം വെട്ടി കുറച്ച് വൃത്തിക്കോടെ വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച കഴിഞ്ഞ് പിന്നെയും നമുക്ക് പുല്ലൊന്നുകൂടെ വെട്ടേണ്ടി വരും. ബിക്കോസ് മഴയൊക്കെ ആകുമ്പോഴത്തേനും ഇത് പിന്നെയും വളരും. സോ നല്ല ചൂടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഗ്രാസൊക്കെ ഉണങ്ങി കിടക്കുന്നു. നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് ഉണങ്ങുക വെച്ചാൽ ഭയങ്കര ചൂടാണ്. അപ്പം പിന്നെ ഇതൊരു 7 മണിയായി കേട്ടോ. 7 മണിയാണ് നമ്മുടെ ഇത്രയും വെളിച്ചവും ചൂടും ഒക്കെ ആയിട്ടിരിക്കുന്നത്. ഇവിടെ പിന്നെ സമ്മർ ആകുമ്പോഴത്തേനും ഒരു 10 ആകുമ്പോഴത്താണ് ഇരുട്ടി തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 9 ആകുമ്പോഴാണ് തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല, ഇരുട്ടി തുടങ്ങുന്നത്. നമ്മുടെ റോസയൊക്കെ പൂത്തിരിപ്പുണ്ട്. ഈ റോസ് എല്ലാ വർഷവും പൊട്ടിക്കിളുക്കുന്നതാണ്. സോ അതൊരു പെരിനിയൽ പ്ലാന്റ് ആണ്. അപ്പോൾ എല്ലാ വർഷവും വിൻ്ററിൽ അത് പൊട്ടിക്കിളുക്കും. പിന്നെ ഇത് നമ്മുടെ ഗാർഡനിൽ നിന്നുണ്ടായ ലെറ്റസാണ്. ലെറ്റസ് വെച്ചിട്ട് കുറച്ച് സാലഡ് കഴിക്കണമെന്നുണ്ട്. പിന്നെ നേരത്തെ വെട്ടിയ പുല്ലാണ് ആ ബാഗിനകത്തിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് നമുക്ക് കളയണം. നേരത്തെ പറഞ്ഞ ഒരു 7:30 അത് കഴിഞ്ഞിട്ട് ഞാൻ സാലഡും ഒരു സ്പ്രെഡും മുട്ടയും ഒരു വെജ് പാറ്റിയുടെ ബർഗറും പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയ നമ്മുടെ സ്വന്തം വേർഷൻ ഓഫ് ഫ്രഞ്ച് ഫ്രൈസ് വിത്ത് അവർ ഓൺ പൊട്ടേറ്റോ. ഈ ലെറ്റസാണ് നമ്മുടെ ഇവിടെ ഉണ്ടാക്കിയത്. തക്കാളി ഒന്നും വളർന്നു തുടങ്ങിയിട്ടില്ല, കുക്കുംബർ വളർന്നു തുടങ്ങിയിട്ടില്ല, എല്ലാം കുഞ്ഞു ചെടി. അത് കഴിഞ്ഞ് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ആ സ്പ്രെഡ് ഉണ്ടാക്കിയത് ഞാൻ കുറച്ച് മയോയും കുറച്ച് തൈരും പിന്നെ കുറച്ച് നാരങ്ങ നീരും പിന്നെ വേണമെങ്കിൽ ഉപ്പിടാം, പിന്നെ കുറച്ച് കുരുമുളകും പിന്നെ ഗാർലിക് പൗഡർ എല്ലാം ഉണ്ടെങ്കിൽ ഗാർലിക് പൗഡർ അല്ലെങ്കിൽ ഗാർലിക് ചതച്ചിട്ടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ സ്പ്രെഡിന്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഐസ്ക്രീം എന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഗ്രോസറിക്ക് പോയപ്പോഴത്തേനും. ഇവരുടെ ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വല്ലപ്പോഴും ഒന്ന് ഗ്രോസറിക്ക് പോകുമ്പം ഞാൻ ബാക്കി ഐസ്ക്രീംസ് ഒന്നും കഴിക്കില്ല. ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ, അത് ചോക്കോബാർ പോലത്തെ സാധനം കഴിക്കില്ല. ഇങ്ങനെ കുരുകുരാന്നിരിക്കുന്ന സാധനത്തിനോടാണ് എനിക്ക് താല്പര്യം. ഈ ഐസ്ക്രീം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തൊരു കോഫി ഫ്ലേവറും ഉണ്ട്. അപ്പം 2 എൻ്റെ ഹസ്ബൻഡും കഴിക്കും, 2 ഞാനും കഴിക്കും. ഹ്യൂഗോയ്ക്ക് കഴിക്കാൻ പറ്റില്ല, അവന് വാനില മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ സാറ്റർഡേ. പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെ എണീറ്റിട്ട് ഹ്യൂഗോ ബോസ് എന്നും ബ്രഷ് ചെയ്യും. സോ ബ്രഷ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഹ്യൂഗോ.
യു ഗോ. അപ്പോൾ അങ്ങനെ ബ്രഷിങ് സെഷനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സൺഡേ ആണ്, ബട്ട് ഇന്നൊരു ലേസി ഡേ ആണ്. ബിക്കോസ് പുറത്ത് നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ, രാവിലെ തൊട്ട് മഴയാണ്, ചാറിയിരിക്കുന്ന മഴയും ചിലപ്പോൾ നല്ല നല്ല മഴ, അങ്ങനെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വീക്കെൻഡുകൾ മഴ കിട്ടുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. ബിക്കോസ് ആകപ്പാടെ സമ്മറിലല്ലേ നമുക്ക് പുറത്ത് പോകാൻ പറ്റുള്ളൂ. ആ ദിവസം മഴയാകുമ്പോഴത്തേനും നമ്മൾ വീട്ടിൽ ഇരിക്കേണ്ടി വരും. സോ അങ്ങനൊരു ദിവസമാണ് ഇന്ന്. പക്ഷേ വീട്ടിലിരുന്ന് നമ്മൾ റിലാക്സ് ചെയ്തൊക്കെ കുറച്ച് സ്ട്രെസ്സൊക്കെ കുറയ്ക്കുന്നൊരു ദിവസമായിട്ടാണ് ഇപ്പോൾ സൺഡേ കരുതുന്നത്. കണ്ടോ, ഇങ്ങനെ മഴ പെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ചാറ് നിൽക്കുവാണ് പുറത്ത്. ഇപ്പോൾ ഒരു 2:50 അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഒരു കുട്ടി വീക്കെൻഡ്. അധികം ഒന്നും നടക്കാത്തൊരു വീക്കെൻഡായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ചുമ്മാ ലേസി ആയിട്ടിരിക്കുന്നൊരു വീക്കെൻഡ് നിങ്ങളെ കാണിച്ചേക്കാമെന്ന്. ഇനി നെക്സ്റ്റ് വീക്കെൻഡ് എന്തെങ്കിലുമൊക്കെ ഹാപ്പനിങ്സ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ എടുക്കുന്നതായിരിക്കും. ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നെക്സ്റ്റ് ടൈം കാണുന്നവിടം വരെ ഇറ്റ്സ് ബൈ ഫ്രം നിർമ്മല ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.